നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്ന ഒരു വ്യക്തിയുടെ നക്ഷത്രഫലത്തെക്കുറിച്ചാണ്. അതായത് ഒരു വ്യക്തി ജനിക്കുന്നത് അശ്വതി നക്ഷത്രത്തിലാണെങ്കിൽ ആ വ്യക്തിയുടെ ആദ്യകാലഘട്ടവും മധ്യകാലഘട്ടവും അന്ത്യകാലഘട്ടത്തെക്കുറിച്ചുമാണ് ഈ നക്ഷത്രഫലത്തിലൂടെ പറയുന്നത്. അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്ന ജാതകർ സുന്ദരന്മാരും ആരോഗ്യവാന്മാരുമായിരിക്കും. ഏതു കാര്യത്തിലും വളരെ ആലോചിച്ച് സാവധാനം ഇടപെടുന്ന കൂട്ടക്കാരാണിവർ. പെട്ടെന്ന് ഒന്നിലും എടുത്തു ചാടാറില്ല. എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചാലും അതിൽ നിന്ന് ഇവർ പിന്മാറുകയില്ല. ഇവർ പൊതുവെ ശാന്തരാണെങ്കിലും ആർക്കും പിടികൊടുക്കാതെ കാര്യം നേടുവാനുള്ള സാമർഥ്യവും ആരുടെയും നിർബന്ധത്തിനോ ബലപ്രയോഗത്തിനോ വഴങ്ങാത്ത മനസ്സും നിശ്ചയദാർഢ്യവും ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതകളായി കാണുന്നു. മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം ഈ മാസങ്ങളിൽ ജനിച്ച അശ്വതി നക്ഷത്രക്കാരിൽ മേൽപ്പറഞ്ഞ സ്വഭാവം ഉണ്ടായിരിക്കും. ആശ്രിത വാത്സല്യവും തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവരുടെ ഏത് ഘട്ടത്തിലും സഹായം ചെയ്യുവാനുള്ള മനസ്സും ഇവർക്കുണ്ടായിരിക്കും. മറ്റുള്ളവരെ യുക്തമായ വിധത്തിൽ സമാധാനപ്പെടുത്തുവാനും അഭിപ്രായങ്ങളിൽ നിന്ന് പരിവർത്തനം ചെയ്യുവാനും ഇവർ വളരെ സമർത്ഥരായിരിക്കും. എന്നാൽ ഇവർക്ക് തക്കതായ കാരണം കൊണ്ട് മനസ്സിന് വിഷമം വന്നാൽ ഇവരെ സമാധാനപ്പെടുത്തുവാനും തീരുമാനങ്ങളിൽ നിന്നും വ്യതിചലിപ്പിക്കുവാനും വളരെ പ്രയാസമായിരിക്കും. ഈശ്വരവിശ്വാസികളായിരിക്കും. പ്രാചീനങ്ങളായ കാര്യങ്ങൾക്ക് ആധുനിക രൂപം കൊടുത്ത് സമർത്ഥിക്കുന്നതിൽ ഇവർ തൽപരരാണ്. കുടുംബകാര്യങ്ങളിൽ യാഥാസ്ഥികത്വവും ചിന്താശീലരും ചിലപ്പോൾ യുക്തിവാദികളുമായ ഇവർ സാഹിത്യാദി പ്രൗഢകലകളിൽ വാസനയുള്ളവരും സംഗീതം മുതലായ കലകളിൽ രസികന്മാരുമായിരിക്കും. സ്വതവേ ബുദ്ധിജീവികളായ അവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുകൂടിയും ചിന്തിക്കുന്നവരായതുകൊണ്ട് പ്രായേണ മനോസുഖം ഇവർക്ക് കുറഞ്ഞിരിക്കുകയുള്ളൂ. സ്വന്തം ബുദ്ധി സാമർഥ്യത്താൽ ഇവർക്ക് പുരോഗതിയുണ്ടാകും. ഏകദേശം 30 വയസ്സുവരെ ഇവർക്ക് പലവിധത്തിലുള്ള പ്രതിബന്ധങ്ങളെയും ക്ലേശങ്ങളെയും തരണം ചെയ്യേണ്ടതായി വരും. 30 വയസ്സിനു ശേഷം 55 വയസ്സുവരെ ഇവർക്ക് അഭിവൃദ്ധിയായിരിക്കും. അതിനുശേഷം ഇവർ മിക്കവാറും പ്രവർത്തന രംഗങ്ങളിൽ നിന്നും പിന്മാറുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇവർ പലരുടെയും ഉപദേഷ്ടാക്കളായോ പൊതുകാര്യ പ്രവർത്തകന്മാരായോ കുടുംബഭരണക്കാരായോ തീരുന്നു. ഇവർ കുടുംബാംഗങ്ങളുമായി സ്വരച്ചേർച്ചയിലായിരിക്കുകയില്ല. പിതാവിൽ നിന്നും സഹോദരന്മാരിൽ നിന്നും ഇവർക്ക് ഗുണഫലങ്ങൾ കുറവായിരിക്കും. സ്വതന്ത്രമായ മാർഗത്തിലും പരിശ്രമത്തിലുമാണ് ഇവർക്കുള്ള എല്ലാ അഭിവൃദ്ധികളും സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇവർക്ക് കുടുംബത്തിന് പുറത്തു നിന്നുള്ള ആളുകളെ കൊണ്ട് പല നന്മകളും ഉണ്ടാകാറുണ്ട്. ഇവർ പിശുക്കന്മാരാണെങ്കിലും ജീവിതം വലിയ ചെലവോടുകൂടിയതായിരിക്കും. വീടും പരിസരവും ഉപയോഗിക്കുന്ന സാധനങ്ങളുമെല്ലാം എപ്പോഴും വൃത്തിയായും കുലീനമായും സൂക്ഷിക്കണമെന്നുള്ളതിൽ ഇവർക്ക് വലിയ നിർബന്ധമുണ്ടായിരിക്കും. അർശസ്, വാതം, രക്തം, മൂത്രാശയ രോഗങ്ങൾ, ഹൃദയരോഗം എന്നിവയിലേതെങ്കിലും അസുഖം ഇവർക്കുണ്ടായിരിക്കും. ഔഷധങ്ങളെക്കാൾ ആത്മനിയന്ത്രണം കൊണ്ടും ദിനചര്യ കൊണ്ടും രോഗശമനം വരുത്താമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവരിലധികവും. അതിവർ പ്രയോഗത്തിൽ വരുത്തി കാണിക്കാറുണ്ട്. ഐശ്വര്യപൂർണമായ ദാമ്പത്തിക ജീവിതമാണെങ്കിലും ഇവർക്ക് സംതൃപ്തി ഉണ്ടാകുകയില്ല. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഈശ്വരവിശ്വാസികളും ഹൃദയം ലളിതവും എന്നാൽ സഹിക്കാൻ കഴിവില്ലാത്തതുമായിരിക്കും. നിഷ്കളങ്കമായ ഭക്തി ഇവരിലുണ്ടായിരിക്കും. കുടുംബഭരണത്തിലും ഔദ്യോഗിക രംഗത്തിലായാലും ഇവർ സാമാന്യ കഴിവുള്ളവരായിരിക്കും. ദുശാഠ്യവും വാചാലതയും അല്പം കൂടിയിരിക്കുമെന്ന് മാത്രം. എന്നാലും ഇവർ ഐശ്വര്യവതികളും സ്വജനവാത്സല്യമുള്ളവരുമായിരിക്കും. ചിലപ്പോൾ പുരുഷന്മാരെക്കാൾ തൻ്റെടത്തോടും ബുദ്ധിപൂർവവുമായും പെരുമാറുവാനും ഇവർക്ക് കഴിയുന്നു. അശ്വതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ഗണ്ഡാന്തദോഷമുള്ളതാണ്. ഈ സമയത്ത് ജനിക്കുന്നവർ
പ്രായേണ മുൻകോപികളും ആരോഗ്യം കുറവുള്ളവരുമായിരിക്കും. ആത്മാർത്ഥതയെന്ന മാനുഷിക മൂല്യം ഇവരിൽ ലേശം പോലും ഉണ്ടാകുകയില്ല. ഗണ്ഡാന്തത്തിൽ ജനിക്കുന്നവരുടെ ജാതകത്തിൽ സൗഭാഗ്യ ലക്ഷണങ്ങൾ പ്രബലമായി ഉണ്ടായിരുന്നാൽ പോലും ഇവർക്ക് അനുഭവഗുണം കുറവായിരിക്കും. കുടുംബത്തിനും മാതാപിതാക്കൾക്കും ഇവർ ക്ലേശക്കാരായിരിക്കും. ഗണ്ഡാന്ത ദോഷമുള്ളവർ മാതാപിതാക്കളെയും വേർപിരിഞ്ഞ് കഴിയുന്നതായിട്ടാണ് അധികവും കണ്ടുവരുന്നത്. വിതയ്ക്കാനും വാഴ നടാനും ദേവപൂജയ്ക്കും വിദ്യാരംഭത്തിനും അശ്വതി നക്ഷത്രം നല്ലതാണ്. അശ്വതിയുടെ ദശാനാഥൻ കേതുവാണ്. കേതു ദശ 4 വർഷം. തുടർന്ന് ശുക്രൻ, ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴൻ, ശനി, ബുധൻ എന്നിങ്ങനെ ദശാകാലങ്ങൾ വരുന്നു.